ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ മയിലാടുംകുന്ന് പോയി. മയിലാടുംകുന്ന് മേൽപ്പഴനി എന്നൊക്കെ പറയട്ടോ, നമ്മുടെ കുറ്റിക്കാട്ടൂരുള്ളത്. അപ്പം ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു, ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ തോന്നി അത് ലെങ്ത് ആക്കാന്നുള്ളത്. ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടന്നോട്ടെ വെച്ച് ഞങ്ങളൊരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:45 രാമനാട്ടുകര എന്നൊരു ബസ് ഉണ്ട് കേട്ടോ. ആ ബസ് ഇറങ്ങി കുറ്റിക്കാട്ടൂർ ഇറങ്ങി നമ്മൾ നടന്ന്, കുറ്റിക്കാട്ടൂരല്ല എന്താ ആ ബോർഡിൻ്റെ അവിടെ ഇറങ്ങി നടന്ന്. ബസ്സിൽ നല്ലവനായ ഉണ്ണി ഡ്രൈവർ പറഞ്ഞു തന്നു. ഡ്രൈവർ പറഞ്ഞു ഞങ്ങളോട് അധികമൊന്നും നടക്കാനില്ല, കുറച്ച് നടക്കാനേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു കയറ്റം കേട്ടോ. കയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളഞ്ഞുള്ള കയറ്റം, റോഡ് പോലെയാണ് കേട്ടോ. കുറേ നടക്കാണ്ട്, കുറേ നടക്കാണ്ട്. അതൊക്കെ നടന്ന് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടോ. ചില ഒരു 3-3.5 കൊല്ലമായി പോകണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കണേ. അപ്പോൾ എനിക്ക് പോകാൻ കഴിയുന്ന സമയത്ത് വേറെ ആർക്കാൻ പറ്റില്ല, അപ്പോൾ വേറെ ആർക്കാൻ പറ്റുമ്പോൾ എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയതാട്ടോ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം നല്ല ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇവിടെ വരുന്ന മിക്ക ആളുകളും തൊഴാൻ വേണ്ടിയിട്ടോ വഴിപാടുകൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടോ വരുന്നവരല്ല, ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് മെയിൻ കേട്ടോ. അപ്പം ഞങ്ങളും കാര്യമായിട്ട് അതിനൊക്കെ തന്നെയാണ് പോയത്. അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. പക്ഷെ നാട്ടപ്ര വെയിലുണ്ട്. പിന്നെ ഇവിടെ ഉച്ചയ്ക്കും രാവിലെ രാത്രിയൊക്കെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാതെ പോയതായതുകൊണ്ട് അവിടുന്ന് ചായ കുടിച്ചു കേട്ടോ. ഉപ്പുമാവും അച്ചാറും കട്ടൻ ചായ കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു 10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അധികം വെയിലില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഈ കുന്നിൻ്റെ മേലെ ആയതുകൊണ്ടേ ഡയറക്റ്റ് വെയിൽ അങ്ങോട്ടാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ട് തൊഴാനുള്ള കുറേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി എത്ര 108 സ്റ്റെപ്പോ 118 സ്റ്റെപ്പോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ എത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മേലെ ആ ചെരുപ്പ് ഊരി വെച്ചത്. അപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി അവിടേക്ക് ഒന്ന് നടന്ന് പിന്നെ തിരിച്ച് കയറി ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോന്നോട്ടോ. സത്യം പറഞ്ഞാൽ വൈകുന്നേരം പോകണമാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ട്. അപ്പം ഇനി പോയവരുണ്ടെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ അടുത്ത പോക്കിന് എളുപ്പമാവും. വൈകുന്നേരം ഉണ്ടെന്ന് പറഞ്ഞിട്ടു, പക്ഷേ എപ്പോഴാണ് ഇങ്ങനെ പൂജ ടൈം അങ്ങനത്തെ ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും അനിയത്തീൻ്റെ മദർ ലോയും എൻ്റെ കിങ്ങിണിയും കൂടെ കേട്ടോ പോയത്.